ധർമ്മസ്ഥലയിലെ നിഗൂഢത നീക്കാൻ പോലീസിന്റെ പ്രത്യേക സംഘം വേണമെന്ന ആവശ്യം ശക്തം. 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. അതിനിടെ നിലവിലെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളിൽ വേഗത പോരെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. 17-കാരിയായ മകൾ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ നീതി തേടി അലയുകയാണ് ഒരമ്മ. പോലീസ് ഒതുക്കി തീർത്തത് സങ്കടത്തോടെയാണ് ആ അമ്മ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയത്. നമുക്ക് ദീപക് മലയമ്മയിലേക്ക് പോകാം. ദീപക് മലയമ്മ, വിഷമിപ്പിക്കുന്ന കാര്യം എവിടെയാണ് മകളെന്നറിയാതെ കാത്തിരിക്കേണ്ടി വരുന്ന, അതോടൊപ്പം തന്നെ മക്കൾക്കായി കാത്തിരിക്കേണ്ടി വരുന്ന ഒരുപാട് പേരുടെ വേദന തിങ്ങി നിറഞ്ഞ സ്ഥലമാണ്. അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന മുഖങ്ങൾ, അവർ പറയുന്ന വാക്കുകൾ, അതെങ്ങനെയാണ് ദീപക്? സുജ, ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഒക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഒരു ഘട്ടത്തിൽ നിൽക്കുന്നത്. പക്ഷേ കൃത്യതയാർന്ന ഒരു അന്വേഷണത്തിലേക്ക് ഈ ഘട്ടത്തിലും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ സാഹചര്യമുണ്ട്. കാരണം ഈ ഒരു വെളിപ്പെടുത്തൽ ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്തു നിന്ന് വന്നതിന് പിന്നാലെ ഒരു രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ആ രഹസ്യമൊഴി അനുസരിച്ച് ഈ പറയുന്ന മഞ്ജുനാഥ ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത വനഭൂമിയിൽ 100-ലധികം മൃതദേഹങ്ങൾ അത് ബലാത്സംഗത്തിനിരയായതുൾപ്പെടെ കുഴിച്ചിട്ടതിൻ്റെ ഗതികേട് തനിക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ഘട്ടത്തിൽ തെളിവെടുപ്പിൻ്റെ ഭാഗമായി ഒരിടത്ത് മണ്ണ് നീക്കി നോക്കുന്നതിനപ്പുറത്തേക്ക് ആ ഭൂമിയിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ കൃത്യതയോടുകൂടിയാണോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം സജീവമായി നടന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ പോലീസ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്നത് ആവശ്യത്തിനുള്ള പോലീസുകാരെ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ അത്തരം നടപടികളിലേക്ക്, എക്സ്കവേഷൻ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ച് ആവശ്യമെങ്കിൽ SIT ഫോർമേഷനെ കുറിച്ച് ആലോചിക്കുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ 2 ദിവസത്തെ സമയമാണ് നൽകിയിരുന്നത്. ഇനിയിപ്പോൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അത്തരത്തിൽ SIT ഫോർമേഷനിലേക്ക് സർക്കാർ കടക്കുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു ദ്രുതഗതിയിലുള്ള അന്വേഷണ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുകയും ചെയ്തത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. ദീപക് മലയമ്മ, ധർമ്മസ്ഥലയിൽ ആ കുഴി മുട്ടി മൂടി കിടക്കുന്ന സത്യങ്ങളൊക്കെ നമുക്ക് കുഴിക്ക് പുറത്തേക്ക് എടുക്കണം. ദീപക് മലയമ്മയെ ഞങ്ങളുടെ വാർത്താ സംഘം അവിടെ തുടരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന